പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അവധിയാണ്. അശ്വതിയുടെ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ച് കിടക്കുകയാണ്. അശ്വതി, എന്താ ഇന്നത്തെ പരിപാടി? എന്താ രാവിലെ? ഇന്ന് നമുക്ക് രാവിലെ വെള്ളിയാഴ്ചയല്ലേ, എന്താ ചെയ്യുക? എന്താ ഉണ്ടാക്കുക രാവിലത്തെ ഫുഡ്? എന്താ? ഇന്ന് ബ്രെഡും ഉള്ളിയും മുട്ടയൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതാണ് രാവിലത്തെ. വൈശാഖ ഫുട്ബോളിന് പോയി അവരെ ഒന്ന് വിളിക്കാൻ പോകണം. അശ്വതി രാവിലെ കിച്ചണിലെ പരിപാടിയൊക്കെ തുടങ്ങി. ചായ കിട്ടുന്നുണ്ട്, ചായ കുടിക്കുക. അപ്പോൾ ഞാൻ രാവിലെ ഉള്ളിയൊക്കെ അരിയാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ പരിപാടി തുടങ്ങണം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വിശാഖനെ വിളിക്കുന്നതിന് മുമ്പേ കുറച്ച് ഉള്ളിയൊക്കെ അരിയാൻ പോയി. എപ്പോഴും ഉള്ളി അരിയുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അരിയുന്ന കാണിക്കുന്നില്ല. എന്തായാലും അതിന് 2-3 ഉള്ളിയും കൂടെ ഉണ്ട്. കഴിഞ്ഞാൽ പരിപാടി തീർന്നു. എന്നിട്ട് ഇനിയും പോയി വിശാഖനെ വിളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്യാം. അശ്വതി ചായ കുടിക്കാൻ തിരക്കിലാണ്. അതാ നല്ല അടിപൊളി ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ ചായ എന്ത് അശ്വതി? എൻ്റെ ചായ എന്താ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചായകളൊക്കെ കുടിക്കാന്ന് പറയുമ്പോൾ അശ്വതി പറയുന്നത് തിരുവനന്തപുരം ഭാഷയാണ് അല്ലേ? തിരുവനന്തപുരം ചായകളൊക്കെ കുടിക്കാം. അത് 2 ചായയില്ല, അപ്പോൾ ചായകളൊക്കെ കുടിക്കാം. രാവിലത്തെ ചായ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഞാനൊരു കപ്പിലാണ്, എൻ്റെ സ്ഥിരം കപ്പാണ് ഇത് കേട്ടോ. അശ്വതിയുടെ കപ്പ് എവിടെ പോയി? മധുരം കുറവല്ലേ? അശ്വതി കപ്പ് എന്ത്? അശ്വതി കപ്പ് മാറ്റി നമ്മുടെ ഇതാക്കി, സ്റ്റീൽ ഗ്ലാസ് ആക്കി. ചായ കുറച്ചു, പക്ഷെ എനിക്ക് ഒരു കപ്പ് ചായ ഉണ്ട്. ഒരു കപ്പില്ല, അതിലെ പകുതിയുള്ള കണ്ടില്ലേ? കടുപ്പം കുറവാണ്, പഞ്ചസാരയും കുറവാണ്. ഇപ്പോഴേ എല്ലാം ഡയറ്റ് ചെയ്ത് മുന്നോട്ട് പോകണ്ടേ, അതാണ് പരിപാടി, വേറെ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, ഐസ് കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കുക. കാര്യം ഇത് നമുക്ക് നമ്മുടെ ഫുഡിൽ, നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ആ ബ്രെഡിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടെ ചേർക്കുക. അപ്പോൾ നല്ല ഒരു വെറൈറ്റി ആവും. അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ സംഗതി ഏകദേശം ചൂടായിട്ടുണ്ട്. ഐസൊക്കെ ഒന്ന് പോയി. ഇനിയിപ്പോൾ വറക്കുമ്പോൾ പൊട്ടിത്തിരി ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ എന്തല്ലോ നമ്മൾ നേരെ എടുത്ത് എണ്ണയിലോട്ട് ഇടുമ്പം വറക്കുമ്പോഴേ പൊട്ടിത്തിരികൾ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. എല്ലാവരും ആ ഒരു ഐസ് കട്ടയൊക്കെ ഒന്ന് മാറി. ഇന്നലെ നമ്മൾ പോയപ്പോൾ കുറച്ച് നല്ല കറിവേപ്പില കിട്ടിയായിരുന്നു കേട്ടോ ഇന്നലെ, അല്ലേ? നല്ല വേണം അല്ലേ? ഈ റെഡ് ഇതുള്ളതേ മേടിക്കുള്ളൂ, അതിനാ സ്മെല്ല്. ആണോ? റെഡ് ഇല്ലാത്തത് മേടിച്ചു കഴിഞ്ഞാലേ അതിന് മണമില്ല. ഇത് നല്ല കറിവേപ്പിലയുടെ മണം. ഇത് നല്ല അടിപൊളി കറിവേപ്പില ഇന്നലെ കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ഇന്നത്തെ ഫുഡിനൊക്കെ നമുക്ക് ഇന്നത് യൂസ് ചെയ്യാം. അങ്ങനെ കണ്ണനും കൂടിയിട്ടുണ്ട്. രാവിലെ കണ്ണൻ എണീറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് വിശാഖനെ വിളിക്കാനാണ്. വിശാഖനെ വിളിച്ചിട്ട് നേരെ പോകണം. വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള ചെറിയ കോഡുകളാണ്. ഇവിടെ ക്യാമറയായിട്ട് വന്ന വേറൊരു കാര്യം കാണിക്കാനായിരുന്നു. അതായത് ഇവിടെ കുറച്ച് പ്രാവുകളുണ്ട്. അത് നമുക്കിങ്ങനെ പറന്നു പോകുന്ന കാണായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇല്ല. ഈ ഒരു ഏരിയയിലായിരുന്നു ഇറങ്ങിക്കുന്നത്. പക്ഷെ ഇന്ന് എന്തായാലും ഇല്ലത്. അപ്പോൾ വിശാഖം അവിടെ കളിയൊക്കെ കഴിഞ്ഞ് നിൽക്കാൻ തോന്നുന്നു. എല്ലാ ദിവസവും, എല്ലാ വെള്ളിയാഴ്ചയും കേട്ടോ, എല്ലാ ദിവസവും ഇല്ല, വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഫുട്ബോൾ പ്രാക്ടീസാണ്. DFC ദെല്ല ഫുട്ബോൾ ക്ലബ്ബ്. അപ്പം രാവിലെ ഒരു എൻ്റർടൈൻമെൻ്റ് ആവുമല്ലോ അവർക്ക്. അപ്പം ബാക്കിയുള്ള എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ നേരത്ത് 10 പ്രാവശ്യം വിളിക്കണം. ഇതവിടെ പോയി രാവിലെ വെള്ളിയാഴ്ച 6 മണിക്ക് വിശാഖ് ഫു എഫ് എന്ന് പറഞ്ഞാൽ മതി, ചാടി ഇടിക്കും. അങ്ങനെയാണ് പിള്ളേരുടെ കാര്യമേ. അപ്പോൾ എന്തായാലും ശരി, എന്തായാലും ചെറിയ കാര്യങ്ങളൊക്കെ നല്ലതല്ലേ, നടക്കട്ടെ. അങ്ങനെ നമ്മൾ ഫുട്ബോൾ ഏരിയയിലോട്ട് എത്തിക്കഴിഞ്ഞതാ. കളി കഴിഞ്ഞിട്ടില്ല. അവിടെ കണ്ട എല്ലാവരും കിടന്ന് കളിക്കുകയാണ്. കാറുകളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. എല്ലാവരും വിളിക്കാനായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് വരട്ടെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ വിശാഖും വൈശാഖും എത്തിയിട്ടുണ്ട്. എന്തായി, കഴിഞ്ഞോ? ഫുട്ബോൾ കഴിഞ്ഞാ? 2 പേര് യൂണിഫോമൊക്കെ ഇട്ട് എല്ലാവരും ഇറങ്ങുന്നു കേട്ടോ. എല്ലാവരും ഇറങ്ങി അല്ലേ? എല്ലാവരും ഇറങ്ങി. നിങ്ങളുണ്ടായിരുന്നു വൈശാഖ ഇന്നത്തെ കളി? അടിപൊളിയായിരുന്നോ? ഇന്ന് ഗോളൊക്കെ അടിച്ചാ? നീ അടിച്ചില്ലേ? ഡിഫൻസ് ചെയ്തു. നീയോ സേവ് ചെയ്തോ? പോയി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഓക്കെ. വൈശാഖിന്റെ ഫ്രണ്ടാണ് ഇത്. അഫാക്ക്. ഇത് റയാനല്ലേ? റിഹാനല്ലേ? റിഹാനെ ഇന്ന് വൈകിട്ടത്തെ വീഡിയോയിൽ നിങ്ങളുണ്ടാകും കേട്ടോ. 2 പേര് ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കളിയൊക്കെ?
അടിപൊളിയല്ലേ? അങ്ങനെ വൈശാഖ് എങ്ങനെയുണ്ട്? വൈശാഖ് നല്ല ഗോളിക്കീപ്പർ ആണോ? വിശാഖ് നല്ല ഡിഫൻഡർ ആണല്ലേ? ഡിഫൻഡർ ഗോളിക്കീപ്പറോ? ഓ എനിക്ക് തകർത്ത്. നിങ്ങൾ എന്തൊക്കെയാ? ഞാൻ ഡിഫൻഡർ ആണോ? ഓക്കെ, അപ്പൊ വേണ്ട വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരി, കാണാം. ഓക്കെ ഓക്കെ. അപ്പൊ വൈശാഖിനെയൊക്കെ വിളിച്ചോണ്ട് വന്നാൽ അശ്വതി ഇവിടെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. താമസിച്ചേണ്ട ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞു. എൻ്റെ ഉള്ളി ഇവിടെ ഇതാക്കുന്ന കൊള്ളാം. ഫ്രഞ്ച് ഫ്രൈസ് നല്ല ടേസ്റ്റ്, അടിപൊളി. ഇത് ബാക്കി ഞാനാണോ? ഓക്കെ. നമ്മളെ വൈശാഖിനെയും വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് നേരെ അശ്വതി ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതാ ഞാനും കണ്ടിന്യൂസ് തുടങ്ങാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ കണ്ണനും കൂടെ അറിവുണ്ട്. കണ്ണാ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചോ. താങ്ക് യു. അങ്ങോട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇതിനെ നമ്മളൊരു പേരിട്ടായിരുന്നു കഴിഞ്ഞോണം. എന്താ അറിയോ? കഴിഞ്ഞോണം എന്താ പേരിട്ടെ? ബ്രെഡ് എഗ് ഫ്രഞ്ച് ചെയ്താ പേരിട്ടെ. ബ്രെഡും എഗ്ഗും ഫ്രഞ്ച് ഫ്രൈസും ഇട്ടുള്ളത് ബ്രെഡ് എഗ് ഫ്രഞ്ച് ചെയ്തൊക്കെ നമ്മളൊരു പേരൊക്കെ ഇട്ടായിരുന്നു. ഇന്നും ആ പേരിൽ തന്നെ ഇട്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ സൂപ്പറായിട്ടുണ്ട്. പറഞ്ഞു വേണോ? ഇനി നമുക്ക് ഇതൊന്ന് സെറ്റായി കഴിഞ്ഞിട്ട് ബ്രെഡ് പൊടിച്ചിട്ട് ഞാൻ ഇടും. ബ്രെഡ് പൊടിച്ചിട്ട് അതും കൂടി ഇട്ട് നല്ലോണം ബട്ടർ ഇട്ടിട്ടായിരുന്നു. അപ്പൊ ഞാൻ ബ്രെഡ് പൊടിക്കാൻ പോകും കേട്ടോ. ഓക്കെ. അപ്പം മസാലയിലിട്ട് സെറ്റായിക്കോളും. അത്യാവശ്യം വേണ്ട മസാല. ബ്രെഡ്, കുരുമുളക് പൊടി, കുറച്ച് മസാല. നമുക്ക് ഈ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡൊക്കെ കട്ട് ചെയ്യാൻ പോകണേ. അശ്വതി തന്നെ മസാലയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതവിടെ നടക്കട്ടെ. ഞാൻ അതിലെ കുറച്ച് ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുള്ള മുളക് പൊടി ഇടുന്നില്ലല്ലേ? ഓക്കെ, ഇട്ടോളൂ. മുളക് പൊടി ഇട്ടോളൂ. മുളക് പൊടി കുറച്ച് ഇട്ടോളൂ. ഇതിലല്ലേ ആ ഒരു നമുക്കൊരു സ്പൈസി വേണ്ടേ എപ്പോഴും. ഈ ബ്രെഡ് എപ്പോഴും ചെറിയ ക്യൂബിക്കായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ടേ ഈ ഇതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചെറിയ ക്യൂബിക്കായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. താഴെ ഒരു ഇതിട്ടുണ്ട്. നമുക്ക് താഴോട്ട് നമുക്ക് ഇടാം. ഗരം മസാല വേണേൽ കുറച്ചിടാം. ക്യൂബിക്ക് പീസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. സമയം കുറച്ച് അതിക്രമിച്ചു പോയി. നമ്മൾ ഇച്ചിരി ലേറ്റായിരുന്നു. ഈ വൈശാഖിനെ വിളിക്കാൻ പോയി നമുക്ക് ഇച്ചിരി ലേറ്റായി. പക്ഷെ അശ്വതിക്ക് എപ്പോഴത്തേക്ക് എല്ലാം കൂടെ അശ്വതി അവിടെ ഹോൾഡ് ചെയ്ത് കുറച്ച് കാര്യം വെച്ചിരുന്നു. കാര്യം നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ വെച്ചിരുന്നു. അന്ന് നമ്മൾ ഷോർട്സിൽ ഇതിട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ അത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇട്ടിട്ടില്ല. 1 മിനിറ്റുള്ള ഷോട്ടല്ലായിരുന്നു. ഇതിപ്പോൾ കുറച്ച് വിശദമായിട്ട് കാണാൻ പറ്റുമല്ലോ അല്ലേ? നാളെ ആണെങ്കിലും എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡുകളൊക്കെ ഏകദേശം സെറ്റായി കഴിഞ്ഞു. പെരിഞ്ചീരക പൊടി കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ബ്രെഡ് ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. നമുക്കൊരു 1.5 പാക്കറ്റ് ബ്രെഡ് മതിയായിരിക്കും. ഇത് വേണ്ട. ഇത് കഴിഞ്ഞ് നമ്മൾ മുട്ട പൊട്ടിച്ചിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ച് അങ്ങോട്ട് വിടാം. മുട്ട പെട്ടെന്ന് എടുക്കും. നമുക്ക് എല്ലാവർക്കും ഓരോ മുട്ട. മുട്ട ഇട്ടൊന്ന് ചിക്കി തോട്ടി എടുക്കുകയാണ് പരിപാടിയെ. ഇതിലെ നമുക്ക് എഗ്ഗ് നമുക്കൊരു പൊട്ടിയൊരു സാധനം കിട്ടുന്നു കേട്ടോ. അതെടുത്ത് മാറ്റണം. പക്ഷേ ഒരു ചെറിയൊരു സ്പൂൺ എടുക്കേ. ഓർമ്മ പൊട്ടിച്ചത് കറക്റ്റായില്ല. ഓ, അശ്വതി ഈ മുട്ട കഴുകിയിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴുകിയപ്പോൾ തന്നെ പൊട്ടിപ്പോയി. കഴിയോ?
ആ ഇതിൻ്റെ തോടിന് അധികം വലിയ ബലമില്ല കേട്ടോ. തോടിന് വലിയ ബലമില്ല. പെട്ടെന്ന് പൊട്ടിക്കുമ്പോൾ വേണ്ട, പൊട്ടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പല പല ഇതായിട്ട് മാറുന്നുണ്ട്. ആ ഓക്കെ, മുട്ടയൊക്കെ ഇട്ട് സെറ്റാക്കി. ഇനിയാണ് നമ്മുടെ അയ്യര് കളി. ഇനി നമുക്കൊന്ന് ഇതിനകത്തോട്ട് ചിക്കി തോർത്തിയിടാം. നേരത്തെ നേരത്തെ മുട്ട പൊട്ടിച്ച ഒരു ചെറിയൊരു തോടകത്ത് പോകണമായിരുന്നു. അപ്പം അതിനെ ഒന്ന് നമുക്ക് എടുക്കണം. എവിടെയോ ഇടത്തൊരു ചെറിയൊരു തോട് കിടപ്പുണ്ട്. എന്ത് ചെയ്യണം? അപ്പോൾ ആർക്കെങ്കിലും ചെറിയൊരു തോട് കിട്ടുവാണെങ്കിൽ അതിന് മാറ്റി വെക്കണം കേട്ടോ. ഇത് നമ്മളൊരു സാമ്പിളിനായിട്ട് ഇട്ടതാണ്. മുട്ടയുടെ ഗുണങ്ങളൊക്കെ കിട്ടും. ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് മാറ്റി വെക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു നല്ല ഒരു തോരൻ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഒരു 2 മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്ക് നല്ല സെറ്റാവും. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഒത്തിരി നല്ല കുരുമുളക് പൊടി ചെയ്യുമ്പോൾ നല്ലൊരു സ്പൈസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ മുട്ടയുടെ ഇങ്ങനെ സെറ്റായിട്ട് വരുവാണ്. അതെ അതെ, അവർ വന്ന് നല്ല വിശപ്പായിരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കഴിഞ്ഞു. ഇത് സംഗതി തീർന്നു. ഇതൊന്ന് അശ്വതി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഈ ബ്രെഡ് ബാക്കി കൂടെ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ബ്രെഡിൻ്റെ പരിപാടി കൊടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടർ വേണം. ഈ ബട്ടർ ഇട്ട് വേണം ബ്രെഡ് ഒന്ന് അതിൽ സെറ്റാക്കി എടുക്കാൻ. നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ബ്രെഡ് സെറ്റാണ്. പക്ഷേ സിഗ്നൽ വന്ന് ബട്ടർ മതി എന്ന് പറഞ്ഞു. ആ കുറച്ചും കൂടെ ഡ്രൈ ആകട്ടെ. അതുകൊണ്ട് ബട്ടർ ഒന്ന് സെറ്റായിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നാട്ടിൽ പോയി ഹോട്ടലൊക്കെ തുടങ്ങാം അല്ലേ, പുതിയ പുതിയ ഐറ്റംസൊക്കെ വെച്ചിട്ടേ. ഇപ്പം ബ്രെഡിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞു. നമുക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ, ഫ്രഞ്ച് ഫ്രൈസ് ബ്രെഡ് കഴിഞ്ഞിട്ട് ഇതിൽ ഷീറ്റായിട്ട് താഴെ ഇടാൻ പറ്റും. ഫ്രഞ്ച് ഫ്രൈസ് നമ്മളൊന്ന് ചെറിയൊരു കട്ടിങ്ങൊക്കെ ചെയ്ത് ഫ്രഞ്ച് ഫ്രൈസേ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിക്കാൻ നേരത്തെ ആ ഒരു ക്രിപ്സി കിട്ടും. അല്ലെങ്കിൽ പ്രസാദ് രാവിലെ ഫുഡ് സാധാരണ കഴിക്കാറില്ല. ഉച്ചയ്ക്കാണ്. രാവിലെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിക്കും. ഒരു ചായ കുടിക്കും. ചായ കുടിക്കും മസ്റ്റ് കേട്ടോ രാവിലെ. ബ്രെഡ് ഇട്ട് തുടങ്ങാൻ പോകണം. ചെറിയ ഇളക്കി തുടങ്ങിക്കോളൂ. മറ്റേ അതിട്ട് മറ്റേ ഇട്ട് ചെയ്തോളൂ. അതിട്ട് തന്നെ ഇളക്കിക്കോളൂ. വേണ്ട അത് തന്നെ മതി. സെയിം അത് തന്നെ മതി. അത് മതി. അത് ഓഫ് ചെയ്തിട്ടോളൂ. മതി, അത്ര മതി. എന്തേ അതിട്ട് തന്നെ ഇത് ഇങ്ങോട്ട് ഇളക്കണം. അപ്പം നമുക്കിതൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ബ്രെഡ് നമുക്കൊന്ന് ചൂടായി കിട്ടിയാൽ മതി. പിന്നൊന്നുമില്ല. ഒരു നല്ലൊരു ക്രിപ്സി പരുവായി കഴിഞ്ഞാൽ സെറ്റാവും. ഇത് എല്ലാം കൂടെ ഒരു വലിയ പാത്രം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെയ്തിട്ട് അവസാനം അടിയായിരുന്നു അല്ലേ? ശരി, ടേസ്റ്റ് കൂടിപ്പോയിട്ട് സംഗതി എല്ലാവരും കൂടെ. അപ്പോൾ ഏകദേശം നമ്മൾ ബ്രെഡ് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം ബ്രെഡ് നല്ല സെറ്റായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഇതെടുത്ത് ഇങ്ങോട്ട് തട്ടാം. നമ്മുടെ ഗ്രേവി ഇങ്ങോട്ട് തട്ടിയേക്കാം. ഇത് ഇതോടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ സംഗതി സെറ്റാകും. അങ്ങനെ നമ്മുടെ മുട്ടയും ബ്രെഡും ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ അവസാനം ഇട്ടാൽ മതി. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഇട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കും. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഐറ്റം ആയിട്ടുള്ള ഇതും കൂടെ ഇങ്ങനെ കാണാം.
സംഗതി സെറ്റായി കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസുമായി പരിപാടി കഴിയും. ഇനി ഒരു മിക്സിങ്, ഫൈനൽ മിക്സിങ്. എഗ് ബ്രെഡ് ഫ്രഞ്ച് റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ. ഓക്കെ, കഴിക്കാം. വിശാഖ എങ്ങനെയുണ്ട്? അടിപൊളി. സൂപ്പർ. വിശാഖ അടിപൊളി. കണ്ണാ അടിപൊളി. പാറു സൂപ്പർ. സൂപ്പറാണോ? അപ്പോൾ അങ്ങനെയാണ് ഞാനും ചെന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഫ്രഞ്ച് ഫ്രൈസും എഗ്ഗും ബ്രെഡും എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ചൂടൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കഴിക്കാൻ പോവാണ്. അതെയാണ്, ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെയുണ്ട് ശരി, അങ്ങോട്ട് കൊള്ളാം. ഞാൻ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ. കേട്ടോ ശരി, കൊള്ളാം. സൂപ്പറാണോ? അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.